അവലും പഴവും വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു പലഹാരം ഉണ്ടാക്കിയെടുത്താലോ. അതിന് ആദ്യം 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ട് അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ കാഷ്യൂനട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മുരിച്ചെടുക്കാം. മുരിഞ്ഞ കാഷ്യൂനട്ട് ഇതിൽ നിന്നും മാറ്റി വയ്ക്കുന്നുണ്ട്. നേന്ത്രപ്പഴം നല്ലപോലെ പുഴുങ്ങിയെടുത്തതാണ് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത്. അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. നെയ്യിലിട്ട ഈ പഴം നല്ലതുപോലെ വരട്ടിയെടുക്കണം. അവൽ ചേർത്ത് കൊടുത്ത് പഴത്തിൻ്റെ കൂടെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഞാനിവിടെ 3 സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 4-5 ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇവിടെ പഴം അവലും നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ആദ്യം വറുത്ത് വെച്ച കാഷ്യൂനട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടായതിന് ശേഷം ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇത് അപ്പച്ചട്ടിയിൽ നല്ലപോലെ വേവിച്ചെടുക്കാം. അവലും പഴം കൊണ്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വാദിഷ്ടമായ പലഹാരമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.